ഒരു ആക്ഷൻ ഫിഗറാണ്, ആക്ഷൻ നായകൻ എന്നുള്ള ലെവൽ തന്നെയാണ്. അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കയ്യൊരു വീണ ഒരുപാട് രംഗങ്ങളുണ്ട്. ചേട്ടന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ, മമ്മൂക്കന്റെ ഒരു ആക്ഷൻ നോക്കുമ്പോൾ? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൈഡ് കിട്ടുന്നത്. മമ്മൂക്ക വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകമാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ലെ ആക്ഷൻ അത്രയും ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു ചേട്ടൻ? ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കുക, അത്ര ഇന്റൻസിറ്റി അല്ലെ അത്ര പാറ്റേൺ വേണമെന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില രണ്ട് ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ എന്നുണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങളെ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്തു. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നത്, നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് പോലെ വേറെ ബോഡീസൊക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ്, ഈ സിനിമ ഞാൻ കാണണോ അല്ല എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ്. അതും ഓരോ റേറ്റിംഗ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറൊരു ജീപ്പ് വീണ്, ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഗ്രാവിറ്റേഷണൽ പുള്ളിനൊന്നും യാതൊരു വലിയ കൽപ്പിക്കാത്തൊരു ഇതാണ്. എൻ്റെ സിനിമകൾ കണ്ടറിയാം, ചന്താക്കടലൊക്കെ കഴിഞ്ഞാൽ ഒരിടി കൊണ്ട് അവർ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടിയില്ല. അപ്പോൾ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പോൾ ഏലിയനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ആണെങ്കിൽ ഓക്കെ. എങ്ങനെ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾക്ക് പുതിയ പോകുന്നതിന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ എത്ര പേർക്ക് കണക്ട് ആവും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഗെയിം കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇത് വലിയ എന്താ പറയാ, മനസ്സിലാവില്ലാത്തതിൻ്റെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തതിൻ്റെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇതാ പറയാ, ഈ പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിനായി നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്, ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി, $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി അതാണ് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക, ആളുകൾക്ക് മനസ്സിലാവും എന്താണെന്നും, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ നടക്കുന്നത്, റിയാലിറ്റിയാണ് എന്നുള്ളത് മനസ്സിലാവും. മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ്. മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, ഡയറക്ടറിന് മെസ്സേജ് അയച്ചിരുന്നു.
പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഭയങ്കര ഹാപ്പിയാണ്. Your experience the same. As always, it's fantastic. It's a dream come true to be back here again. Once again, joining hands from the club. Yeah. With that coming. I don't know, man. Everybody's asking the same question, but even I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen for all of us. Thank you. ഇവിടെ സ്ട്രേറ്റ്. ഈ സിനിമയിൽ മമ്മൂക്കെ പോലെ തന്നെ അത്രത്തോളം കോൺട്രാസ്റ്റ് അല്ല, ആ വേറെ സ്വാഗതമുള്ള ഒരാളാണ് ജീവിയം. അദ്ദേഹത്തിൻ്റെ കൂടെ കോമ്പോ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സ്ട്രേറ്റ് ഫേസ് ടു ഫേസ് ഉള്ള റിയാക്ഷൻസ് ഉണ്ടാകും. അത്രയും ഹിസ്റ്ററീസ് ഉള്ള ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഗൗതം സാറുമായിട്ട് ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന, സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സാറിൻ്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ സീറ്റ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. 3 പേർക്കും, സിറ്റുവേട്ടനായാലും ഡിനിച്ചേട്ടനായാലും എനിക്കായാലും. പക്ഷേ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത്, സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മളെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീലിംഗ് വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ഐശ്വര്യ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ സിനിമ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മറ്റുള്ള റിയാക്ഷൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഐ എം ഫീലിംഗ് വെരി വെരി ഹാപ്പി, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഹാക്കി, ഒരു ചോദ്യം ചോദിക്കണം. അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് കാര്യങ്ങളായ ആറാട്ടമ്മൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാർ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് ഒരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിൽ ഒരു സീനിനകത്ത് അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ 2 പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എന്തുകൊണ്ടെന്ന് എങ്ങനെയാണുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും മറ്റുള്ളവരും തന്നെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക, ഫേസ് വാല്യൂയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ, അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നില്ല, എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്ക് നല്ല രസമുണ്ട്. ഞാൻ വെല്ലുവിളിയായിട്ടാണോ? അതെ, പല ആളുകൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേ വെല്ലുവിളി? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതൊരു നല്ലൊരു ഡാൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ, ഷൈൻ ടോം ജോസഫ് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക അഭിനയിച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടുകിടപ്പാണ്. ആ സിനിമയിലേക്ക് എന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു പറയും? അടിപൊളിയും. മമ്മൂക്കയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാണ്, സ്വന്തം അച്ഛനാണോ?
സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സംഭവമുണ്ട്. അല്ല, ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനുണ്ട് അഭിനയിക്കുന്ന സിനിമ? ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത്. ഭയങ്കര വീട്ടിലൊരുമിച്ച് കാണാറുണ്ടോ? വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞ? ആഷിഖ് പറഞ്ഞിട്ട്, ആഷിഖും ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസം, 4 ദിവസം കഴിഞ്ഞു. ആദ്യ ഒരു ദിവസം പറഞ്ഞാണ് പിന്നെ തുടർന്നു അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ജോക്കുട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ പറയുന്നത് 5-6 പടം കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്തപ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിനെ നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയുക? പിന്നെ എന്താ പറയണ്ട പറയുക? എനിക്കറിയില്ല എന്താ പറയണ്ടില്ല. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഷൈൻഡോന്റെ ആക്കിയത്. ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷൻ ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കറ്റ് എത്തണം. അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജീവിതത്തിൽ ഗെയിം കളി ഉണ്ടോ ഇതിനകത്ത്? എങ്ങനെയാണ് ജീവിതത്തിൽ ഗെയിം കളിയൊക്കെ എങ്ങനെയാണ്? ഈ സിനിമ കണ്ട് പഠിക്കായോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിലെല്ലാം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തിക്കൊണ്ടൊക്കെ ഇരുന്നത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാമയുടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും കുറെ ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് നല്ല സന്തോഷം. ലൊക്കേഷനിൽ ഞാൻ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലായിരിക്കും. എന്നാലും അവയും എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം. നമ്മുടെ ഷൈൻചേട്ടൻ്റെ സിനിമകളിലെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അതിൽ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ലാതെ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇപ്പോഴുള്ള ചേട്ടനല്ല. ചെറുപ്പത്തിലെ ചേട്ടൻ എങ്ങനെ? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചെയ്യണമെന്നില്ല, ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ അത് ചെറുപ്പം മുതലേ കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ തിയേറ്റർ. അല്ല, കുറെ സീനുകൾ ഉണ്ടായിരുന്നു. കത്രിക വെച്ചപ്പോൾ കുറെ കട്ടിക്കുണ്ടല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ചിലത് കത്രിക വെക്കേണ്ട വരുമല്ലോ എന്തായോ എഡിറ്റിംഗ് സമയത്ത്. ലാസ്റ്റാണ് വന്നത്. നിഷാദാണ് ആദ്യം എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ 25 വേറെ സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തത്, ഹാബിറ്റിലാണ്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് പഠിക്കേണ്ടി വന്നു. 25 കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഡീനോ കൊണ്ട് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു. ഡീനോ കൊണ്ട് ഇപ്പം പിന്നെ കൂടെ സെക്കൻഡ് പടമാണ് കണ്ണൂർ സ്കോട്ട്. ക്യാമറയിലും ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനായിട്ട് നിഷാദ് ചെയ്തു വെച്ചതാണ് നമുക്ക്. നിഷാദ് ഇപ്പോൾ യാത്ര പോയി. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കണം. നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവും. നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നത്?
ഇത് ഓൾറെഡി ചെയ്ത് ഇപ്പോൾ നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ലാസ്റ്റ് നിറയെ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചിലത് നിഷാദ് വെച്ച പോർഷൻസൊക്കെ നല്ലതാകുമ്പോൾ അതന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഫിലിം എന്തായാലും ഒരു ടീം വർക്കാണ്, എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ടാവും. ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ് അവിടെ പറയുന്നത് അഡോബ് പ്രീമിയർ ഉണ്ട്. ഈ പ്രീമിയർ ആണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഏത് കുറച്ചുകൂടെ അല്ല, എനിക്ക് എപ്പോഴും അവിടെ ഇഷ്ടം. പക്ഷെ ചില പോർഷൻസ് ചില ടൂൾസൊക്കെ പ്രീമിയറിൽ ഈസിയാണ്. പക്ഷെ ഞാൻ 25 കൊല്ലമായിട്ട് ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെയാണ്. സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പടം പ്രീമിയറിൽ. അടുത്തത് അവിടെ തന്നെ ഈ പ്രീമിയർ പിടിക്കില്ല. ഇല്ല ഇല്ല. അതായത് ഇപ്പം ഒരു കുറച്ചും കൂടെ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും. പക്ഷേ അതിലും കത്രിക വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിൻ്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയാണെന്ന് വിശ്വസിക്കുന്നത് ഒരു സിനിമ? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഏത് വലിയ തിരുത്തലുകളും ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റ് ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. ഇന്നങ്ങനെയുള്ള കലാകാരന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷെ അതിലും കത്രിക വീണു. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രിക വീഴുമ്പോൾ അത് ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് അവർ തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഫീൽ ചെയ്തു. ഇല്ല അല്ല, ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് ചർച്ച ചെയ്തുള്ളതല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവും. രാജുവേട്ടൻ്റെ പുതിയ പടം വരുന്നു, നോബഡിന്റെ ഒരു പൂജ കഴിഞ്ഞ ഒരു എന്താണ് ബസൂക്ക കുറിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞു ലാസ്റ്റ് ഒന്നുമായിട്ടില്ല. പടം ഇന്നലെ പൂജ കഴിഞ്ഞു. ഇല്ല. ഓക്കെ, താങ്ക് യു.